ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഏത് പാഠപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് അരിപ്രാവിനോട് എന്നുള്ള കവിതയാണ് നമ്മൾ എടുക്കുന്നത് അക്കിത്തത്തിൻ്റെ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ 8 വരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും മറന്നു അത് ഇല്ലല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത 4 വരി ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ലൈവിൽ വന്നവർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒന്നുകൂടി ഞാനത് നിങ്ങൾക്ക് വിശദമാക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ മുമ്പത്തെ 8 വരിയിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഒരു പെൺകുട്ടി അരിപ്രാവിനോട് പറയുന്നതാണ്. എന്താണ്? കുപ്പച്ചണ്ടികൾ കൊത്തി തിന്നാൻ കുറുകി നടക്കും അരിപ്രാവേ, നാളെ വരാമോ ഞങ്ങളുടെ വീട്ടിൽ നടാടെ ഒന്ന് വിരുന്നുണ്ണാൻ. അല്ലേ? കുപ്പച്ചണ്ടി ഇങ്ങനെ ഓരോ പുഴുക്കളെയും വേസ്റ്റുകളൊക്കെ കൊത്തി നടക്കുന്ന അരിപ്രാവേ, നാളെ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരുമോ? നടാടെ ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിരുന്നുണ്ണാൻ നീ വരുമോ? ഓഹോ, കാര്യമറിഞ്ഞില്ലേ, ദേഹണ്ടപ്പുര കണ്ടില്ലേ, നാളെ രാവിലെ വലിയോപ്പോളുടെ താലികെട്ടിൻ സുമുഹൂർത്തം. പിന്നെ ഇപ്പോൾ കുട്ടി പറയാം, എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ വിരുന്നുണ്ണാൻ വിളിക്കുന്നതെന്നറിയോ? അറിഞ്ഞില്ലേ ഇപ്പോൾ കാര്യമൊന്നും? ഞങ്ങളുടെ ദേഹണ്ടപ്പുര കണ്ടില്ലേ? അടുക്കള പുറത്ത് കെട്ടിക്കണ കണ്ടില്ലേ? ഒരു ഷെഡ് പോലെ ദേഹണ്ടപ്പുരയാണത്. അത് കണ്ടില്ലേ? നാളെ എൻ്റെ വലിയോപ്പോളുടെ കല്യാണമാണ്. വലിയോപ്പോൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കുട്ടിയുടെ മൂത്ത ചേച്ചി അല്ലേ? ഏറ്റവും മൂത്ത ചേച്ചി, മൂത്ത സഹോദരിയാണ് നമ്മൾ ഓപ്പോള് എന്ന് പറയും. അപ്പോൾ നാളെ എൻ്റെ വലിയോപ്പോളുടെ കല്യാണമാണ്, താലികെട്ടാണ്, താലികെട്ടിൻ്റെ സുമുഹൂർത്താണ് എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണമാണ്. അപ്പോൾ അതിനാണ് നിന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വിരുന്നുണ്ണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ കാര്യമൊക്കെ അറിഞ്ഞില്ലേ എന്ന് ആ കുട്ടി അരിപ്രാവിനോട് ചോദിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ അവസാനം വരെയായിട്ട് എടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത 4 വരി നോക്കൂ. പല നേരം പൂക്കുണ്ടാവും പാലട ശർക്കരയുപ്പേരി, തരികിടധിമിതവും തകിലടി പിന്നെ പെര പെര പെപ്പേ കുഴലൂത്തും. അപ്പോൾ കുട്ടി പറയാ, അതേ വെറും സദ്യ മാത്രമൊന്നുമല്ല ഉണ്ടാവുക, പല നേരം പോക്കുകളുണ്ടാവും. കല്യാണത്തിന് നമ്മൾ പല 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 ആളുകൾ വരും, ബന്ധുക്കളൊക്കെ വരും. നല്ല രസമായിരിക്കും അല്ലേ? തമാശകൾ പറയും, ചിരിക്കും. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു സമയമാണ് കല്യാണം എന്നൊക്കെ പറയാം. ചേച്ചിയുടെ കല്യാണം, വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത ആൾക്കാർ കല്യാണമൊക്കെ ആകുമ്പോൾ എന്താ, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അണിഞ്ഞൊരുങ്ങി എല്ലാ ബന്ധുക്കളും ഇതുപോലെ നല്ല സന്തോഷത്തിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരും അല്ലേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലും ഒക്കെ സന്തോഷമുള്ളൊരു സമയമാണ് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ കുട്ടിക്കും അതേപോലെ തന്നെ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ ചേച്ചി എന്താ പറയുക, ചേച്ചി അപ്പം നല്ല നേരം പോക്കുണ്ടാവും, നല്ല തമാശകളും, എല്ലാവരും വരും. പിന്നെ അതുമാത്രമല്ല, പിന്നെ കുട്ടി പറയാം എന്താ, സദ്യ ഉണ്ടാവും. കല്യാണത്തിന് നല്ല കെങ്കേമായിട്ടുള്ള സദ്യ ഉണ്ടാവും അല്ലേ? പാലടയും പരിപ്പും ശർക്കരയും ശർക്കരപ്പേരിയും കാളൻ അവിയൽ ഓലൻ സാമ്പാർ എല്ലാവിധ വിഭവസമൃദ്ധമായിട്ടുള്ളൊരു സദ്യ ഉണ്ടാവും കല്യാണത്തിന്. 3 തരം പായസം ഉണ്ടാവും, പാലട, പഴം, പരിപ്പ് ഒക്കെ അല്ലേ? കഴിച്ചിട്ടില്ലേ നിങ്ങളൊക്കെ കല്യാണത്തിനൊക്കെ പോയിട്ട്? അപ്പോൾ കുട്ടി പറയാം അരിപ്രാവിനോട്, നാളെ വന്നോളൂ കേട്ടോ, നല്ല സദ്യ ഉണ്ടാവും എൻ്റെ വീട്ടിൽ, പാലട ഉണ്ടാവും, ശർക്കര ഉപ്പേരി ഉണ്ടാവും. പിന്നെ പോരാത്തന്നെ എന്താണ്, നാഗസ്വരം കുഴലൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, കല്യാണത്തിന് താലിയിടുന്ന സമയത്തൊക്കെ കൊട്ടും മേളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നാഗസ്വരം ഉണ്ടാവും, കുഴലൂത്തുണ്ടാവും, പെപ്പര പെപ്പരപ്പ. ആ കുട്ടി ഇങ്ങനെ പറയണം എങ്ങനെയാണ് കുഴലൂത്തുക എന്നൊക്കെ ആ പ്രാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നീ എന്തായാലും നാളെ വരണം, കല്യാണത്തിന് ഉറപ്പായിട്ടും വരണം. സദ്യ ഉണ്ടാവും, പിന്നെ തമാശകളുണ്ടാവും, പാട്ടുണ്ടാവും, കുഴലൂത്തുണ്ടായിരിക്കും, കുഴൽവിളികൾ ഉണ്ടായിരിക്കും. അപ്പം എന്തായാലും മറക്കാതെ ഒരു എന്താ പറയുക, ഒഴിവും പറയണ്ട കേട്ടോ, നാളെ കല്യാണത്തിന് എന്തായാലും എത്തണം എന്ന അരിപ്രാവിനോട് ഈ കുട്ടി പറയുന്നതാണ് ഈ 4 വരി. ഒന്നുകൂടി നോക്കിക്കോളൂ കേട്ടോ. പല നേരം പോക്കുണ്ടാവും പാലട ശർക്കരയുപ്പേരി, തരികിടനിമിതവും തകിലടി പിന്നെ പെര പെര പെപ്പേ കുഴലൂത്തും. വളരെ സിമ്പിളായിട്ടുള്ള 4 വരിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ എടുക്കണുള്ളൂ. നോട്ട്സൊക്കെ ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അക്ഷരത്തെറ്റില്ലാണ്ട് ശ്രദ്ധിച്ച് എഴുതിയെടുക്കാൻ വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. അപ്പോൾ അടുത്ത 4 വരി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്ത് തരാം. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.